അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജ് കഴിഞ്ഞ ആളുകളൊക്കെ നാട്ടിലേക്ക് സന്തോഷത്തോടു കൂടെ എത്തിയിരിക്കുകയാണ്. ഇനി ഹജ്ജിന് പോയവരൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് നമ്മുടെ നാട്ടിൽ ഹാജിയാരി എന്നാണ്. ഹജ്ജ് ചെയ്തവർക്ക് ഹാജി എന്ന പേരുണ്ട്. ഹജ്ജ് ചെയ്യാത്തവരെ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? ഇല്ല എന്നാണ് മഹാന്മാർ പറയുന്നത്. അതൊരു കളവാണ്. ഹജ്ജ് ചെയ്യാത്ത ഒരാളെ ഹാജിയാർ എന്ന് വിളിക്കൽ കളവാണ്. അങ്ങനെ വിളിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത്, ഹജ്ജ് ഒരാള് വളരെ കൂടുതൽ പണം മുടക്കിക്കൊണ്ടാണ് ഹജ്ജിന് പോകുന്നത്. ആ ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ എൻ്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവെന്താ? നിസ്കാരം പോലെയോ നോമ്പ് പോലെയോ അല്ല. ഇത് ചെലവ് കൂടിയ ഒരു പരിപാടിയാണ് ഹജ്ജ്. ഈ ഇത്രയും ചെലവ് കൊണ്ട് നമ്മൾ പോയിട്ട് എൻ്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? അതിനൊരു തെളിവ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഹശിയത്തുൽ ഇലാഹിൽ പറഞ്ഞത് കാണാം. ഹജ്ജ് കർമ്മം നിർവഹിച്ച ഒരാളുടെ ഹജ്ജ് സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവ്, ഹജ്ജ് കർമ്മം നിർവഹിച്ചതിന്റെ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ജീവിത രീതി ഹജ്ജിന്റെ മുമ്പുള്ള അവസ്ഥയേക്കാൾ ഉത്തമമാണെങ്കിൽ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഹജ്ജ് സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവ്. ഹജ്ജിന് പോകുന്ന മുമ്പ് വളരെ മോശപ്പെട്ട ജീവിതമായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും പൊരുത്തപ്പെടിച്ച് സാമ്പത്തികമായ ഇടപാടുകളൊക്കെ വീട്ടി ഹജ്ജിന് പോകുന്ന മുമ്പ് അങ്ങാടിയിലിരുന്ന് വർത്തമാനം പറയും, ഏഷണിയും പരദൂഷണവും ഇങ്ങനെ തുടങ്ങി എല്ലാ തെറ്റുകളും ചെയ്യും, സംസാരിക്കും, ആളുകളെ കുറ്റം പറയും. നിസ്കരിക്കാനൊന്നും ഒരു നിസ്കാരത്തിനോ മറ്റു അമലുകൾക്കോ പരിഗണന കൊടുക്കാത്ത ആളായിരുന്നു. പക്ഷെ ഹജ്ജിനൊക്കെ പോയി വന്നപ്പോൾ വളരെ നീറ്റായിപ്പോയി. തലയിൽ നിന്ന് തുപ്പെടുക്കുന്നില്ല. അതുപോലെ അദ്ദേഹം പള്ളിയിൽ വളരെ കൃത്യമാണ്. പഴയതുപോലെ അങ്ങാടിയിലിരുന്ന് പീഡികക്കൊലായിലിരുന്ന് സംസാരിക്കുന്നില്ല. അതൊന്നുമില്ല. ജീവിതം വളരെ ക്ലിയറാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. ആളുകളെല്ലാവരും എന്നെക്കുറിച്ച് പറയണം, ഞാൻ വലിയ ഹാജിയാണ്. അതിനു വേണ്ടിയല്ല നമ്മൾ ഹജ്ജ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യവും നമുക്കില്ല. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവും ശിഷ്യന്മാരും അദ്ദേഹത്തെയും ശിഷ്യന്മാരെയും ഒരു മുതലാളി സൽക്കരിച്ചു. അങ്ങനെ അദ്ദേഹം മുതലാളിയുടെ വീട്ടിലെത്തിയപ്പോൾ ഉസ്താദിൻ്റെയും ശിഷ്യന്മാരുടെയും സാന്നിധ്യത്തിൽ വെച്ച് അടുക്കളയിലുള്ള ഭാര്യയോട് ഈ മുതലാളി ഉറക്കെ വിളിച്ചു പറഞ്ഞു. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമുണ്ട്. ആ സമയത്ത് അവരെ സൽക്കരിച്ചതാണ്. അടുക്കളയിലുള്ള ഭാര്യയോട് വീട്ടുടമ വിളിച്ചു പറഞ്ഞു, ഞാൻ ഒന്നാമത്തെ ഹജ്ജിനല്ല, രണ്ടാമത്തെ ഹജ്ജിന് പോയപ്പോൾ വാങ്ങിയ പാത്രത്തിൽ നീ ഭക്ഷണം കൊണ്ടുവരണം. ഒന്നാമത്തെ ഹജ്ജിന് പോയ പാത്രത്തിലല്ല, രണ്ടാമത് ഞാൻ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന പാത്രമുണ്ട്, ആ പാത്രത്തിൽ നീ ഭക്ഷണം കൊണ്ടുപോവാ. ഇത് കേട്ട ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇദ്ദേഹം വലിയ ഒരു മഹാപാവംപ്പെട്ട മനുഷ്യനാണ്. ഈ വാക്കുകൊണ്ട് അദ്ദേഹത്തിന്റെ 2 ഹജ്ജും അദ്ദേഹം നഷ്ടപ്പെടുത്തി. വലിയ സാധുവായ മനുഷ്യനാണ് ഇദ്ദേഹം. പക്ഷേ ഈ ഒരൊറ്റ വാക്കുകൊണ്ട് 2 ഹജ്ജിന്റെ കർമ്മവും അദ്ദേഹം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഹജ്ജ് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് എത്തി 2 ഹജ്ജും ഇവിടെ ആളുകൾക്ക് മുമ്പിൽ വിളംബരം ചെയ്യുകയാണ്. ഞാൻ ഒന്നാമത്തെ ഹജ്ജല്ല, രണ്ടാമത്തെ ഹജ്ജിനും പോയ ആളാണെന്ന് പറഞ്ഞ് എല്ലാവരോടും തൻ്റെ ഹജ്ജ്, ഞാനൊരു ഹജിയാരാണ്, ഹജ്ജ് ചെയ്ത ആളാണ് എന്നൊക്കെ പറഞ്ഞു നടക്കും. നമ്മുടെ നാടുകളിലുണ്ട് പല ആളുകളും, ഞാൻ 3ാമത്തെ ഹജ്ജിന് പോയത് ഇങ്ങനെയാണ്, 4ാമത്തെ ഹജ്ജിന് പോയത് കപ്പൽ വഴിയാണ്, ഞാൻ 5ാമത്തെ ഹജ്ജിന് പോയപ്പോൾ എങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ഹജ്ജുകളുടെ എണ്ണം എടുത്തു പറഞ്ഞ് ചെയ്ത അമലുകളൊക്കെ ബാത്തിലാക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സംഖ്യ ചെലവഴിച്ച്, സമയങ്ങൾ ചെലവഴിച്ച് ആ പരിശുദ്ധമായ ഭൂമിയിലേക്ക് നമ്മൾ പോയത് വെറുതെയാകരുത്. അള്ളാഹുവിന് വേണ്ടിയുള്ള അമലാണ് ഹജ്ജ്. ആ ഹജ്ജിന്റെ പവിത്രത മാനിച്ചുകൊണ്ട് ഹജ്ജിന്റെ പോകുന്ന മുമ്പ് എങ്ങനെയായിരുന്നോ ജീവിതം, അതിനേക്കാൾ നല്ല ഒരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ ഹജ്ജ് അള്ളാഹു കബൂലാക്കി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിട്ട് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല നമ്മുടെ അമലുകളൊക്കെ പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ അമലുകളൊക്കെ നഷ്ടപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.